ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പച്ചക്കായ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലാതെ പച്ചക്കായ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പച്ചക്കായ വെച്ചിട്ടുള്ള അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നേന്ത്രക്കായ വെച്ചിട്ടും ചെയ്യാം. നേന്ത്രക്കായ വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിലിപ്പോൾ ഈ പഴമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. കായ ഇതുപോലെ കുറച്ച് നീളത്തിൽ നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് വേവിക്കാനായിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കേണ്ടത്. നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഈ കായ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പിനായിട്ട് 1/4 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, 3-4 അല്ലി ചെറിയുള്ളി, എരിവിനായിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ സമയം കൊണ്ട് തന്നെ കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 തവണ ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ നമ്മൾ ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ആവി ചൂട് കയറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 3-4 മിനിറ്റിൽ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂട് കയറി വന്നാൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കിയിട്ട് കായ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കരുത്. അപ്പോൾ ഈ കായ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൈരിൻ്റെ പുളി ഓവറായിട്ട് പുളി നിൽക്കരുത്. അപ്പോൾ തൈരിൻ്റെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് നേരം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നന്നായിട്ട് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മുകളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം വേണം നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പച്ചക്കായ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.